ഹലോ. ഹലോ. നമസ്കാരം ലിയാഖത്ത്. നമസ്കാരം. ആ, ഇന്നലെ താങ്കളുടെ ഒരു നീതിയെ കുറിച്ചുള്ള സംസാരിക്കാൻ ഇപ്പൊ സമയമുണ്ടോ? ആ ഞാന് വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, ഇന്നലെ റെക്കോർഡാണല്ലോ ഇതല്ലേ? ആ ഇന്നലെ സംസാരിച്ചില്ലേ അള്ളാഹു കരുണ്യവാനാണോ ആ എന്നുള്ളതിനെ കുറിച്ച്? ആ അള്ളാഹു, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞാൻ വ്യക്തമായി കേട്ടു. ആ അള്ളാഹുവിന്റെ പക്ഷത്ത് അനീതി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒന്ന് കാരണം വിശദീകരിച്ചു. അതായത് പിന്നെ ഖുറാനും ഹദീസുകളും നമ്മൾ സംസാരിക്കുമ്പോ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോ ഉം. ഫ്രീ വിൽ ഇല്ല. ആ കാരണം അതറിയാലോ. അത് ഞാന് ആ പിന്നെ ഇപ്പൊ ഇന്നലെ ലിയാഖത്ത് സംസാരിച്ചപ്പോ ഖുറാനിലെ കുറച്ച് അധ്യായങ്ങൾ പറയുന്നുണ്ട്. ഉം, ഫ്രീ വിൽ ഇല്ല, ഉം, എവിടെയൊക്കെയാണ് ഉം, ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉം, അപ്പോ ആ, അതനുസരിച്ച് ഉം. അള്ളാഹു ആരെയും നിത്യനരകത്തില് ഇടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, നിത്യനരകത്തിൽ ഇടും എന്നും ഖുറാനിലുണ്ടല്ലോ. അത് പിന്നെ ഇപ്പോ അത് ഇപ്പൊ ഒരു ഹദീസ് ഉണ്ട്. അതായത് ഉം, ആ, പിന്നെ ആ, ഈ അള്ളാഹു പിന്നെ ഹദീസും ഖുറാനും ഇത് പറയുന്നുണ്ട്. മോശേനെ വഞ്ചിച്ചു, അല്ല, ഉം, ആദത്തെ വഞ്ചിച്ചു ഉം, പിശാച്. ഉം, അപ്പം ഈ ആദം പിന്നെ ആദത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് മോശ ഒരു ഉം, ഹദീസിൽ. ഉം, ബുഖാരി 66:14 ഉം. അപ്പം ആദം പറയുന്നുണ്ട്, ഞാൻ വഞ്ചിക്കപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് എന്ന് പറയുന്നുണ്ട്. ആ ആ, അപ്പോ ആ, ഇത് വേറൊരു ഹദീസിൽ പറയുന്ന കാര്യമുണ്ട്. ഈ പാപം ചെയ്യാത്ത ജനതയെ ഉം. തുടച്ചു മാറ്റി ആ, പാപം പാപം ചെയ്യും. ചെയ്യുന്ന ജനതയെ കൊണ്ടിരുന്നല്ലോ. അതെ. സ്വഹീഹ് മുസ്ലിം 27:48 ബിയിലാണ് അത് പറയുന്നത്. ഉം, അപ്പൊ ഇത് ഈ നമുക്കറിയാം, ഈ ബുദ്ധി കൂടിയ ആളെ വഞ്ചിക്കാനായിട്ട് കഴിയില്ല. ഉം, ബുദ്ധി കുറഞ്ഞ ഇപ്പൊ അള്ളാഹുവിനെ വഞ്ചിക്കാനായിട്ട് കഴിയില്ല. ഉം, അപ്പോ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പിശാച്. ആ, ആദത്തെ വഞ്ചിക്കുകയാണ്, ഹവ്വയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഉം, അപ്പൊ അവിടെ നിങ്ങൾ മാലാഖമാരെ പോലെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഉം, അപ്പം എട്ടും പൊട്ടും തിരിയാത്ത ആളുകൾ അത് തെറ്റിദ്ധരിച്ച് വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉം, അപ്പൊ ഈ വഞ്ചന സർവശക്തനും സർവജ്ഞാനിയായ അള്ളാഹുവിന് ആ, ആ, പിന്നെ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഉം, അത് അപ്പോ ഈ അധപതിച്ചു കഴിഞ്ഞപ്പോ, അതായത് ഈ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ ആദത്തിന്റെയും ഹവ്വായുടെയും സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഉം, അപകർഷത വരുന്നുണ്ട്, നാണം വരുന്നുണ്ട്. അവന്റെ ഹദീസിൽ പറയുന്നുണ്ട്, മറവി ബാധിക്കുന്നുണ്ട്. ഉം, ആ, പിന്നെ ആദം സന്തതികൾക്ക് മറവി ബാധിക്കാൻ കാരണം അവരുടെ തെറ്റാണ്. ഉം, പാപ സ്വഭാവം വന്നത്. അതായത് ഇവിടെ ഒരു നിരപരാധീനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദത്തിന്റെ സന്തതിയിലേക്കും അത് എത്തും എന്ന് പറയുന്നുണ്ട് ആ പാപം. ഉം. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെയൊന്നും ഫ്രീ വില്ല് ഇല്ല എന്ന് തന്നെയാണ് ഖുറാനും ഹദീസും പറയുന്നത്. ഉം. അപ്പം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം തന്നെയാണ് ഈ പാപ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഇത് സംഭവിച്ചതും ഈ ഉം, പാപ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായതും. ഉം, ആ, പിന്നെ കാരണം അള്ളാഹു പാവ സ്വഭാവം വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആദം ഒരിക്കലും വഞ്ചിക്കപ്പെടില്ലായിരുന്നു. ആ, അതുപോലെ പാവ സ്വഭാവത്തോട് കൂടിയ ആളുകള് ഭൂമിയിൽ വേണ്ട എന്നാണ് അള്ളാഹു നിശ്ചയിച്ചെങ്കിൽ അങ്ങനെ പാവ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ഉം, അപ്പൊ അള്ളാഹുവിന്റെ നിശ്ചയത്തിന് വിരുദ്ധമായി സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സർവ്വശക്തനും സർവ്വനീന്താവും അല്ല എന്ന് പറയേണ്ടി വരും. ഉം, അതേ സമയത്ത് അള്ളാഹുവിന്റെ പിന്നെ ഉദ്ദേശപ്രകാരമാണ് അത് നടന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഉം. അപ്പം നമ്മൾ ചോദിക്കുക, അപ്പൊ അല്ല, ഇനി എന്തിനാണ് നിങ്ങളുടെ പോയിന്റ് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ആ കരുണയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ അസ്വാതന്ത്ര്യത്തിലൂടെ പോയി കഴിഞ്ഞാലേ ആ
ഒരു തടവറയിൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ. എന്നിട്ട് അപ്പൊ എന്ന് പറഞ്ഞ മാതിരി നമ്മള് ഈ ഫ്രീ വിൽ ഉണ്ടെന്നുള്ള ധാരണയിലും ഈ പാപം ചെയ്യുന്നത് ഞാനാണ്, പുണ്യം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള ഒരു അഹന്തയുടെ അതിന്റെ എല്ലാ പ്രശ്നങ്ങളിലും പെട്ട് അത് മനസ്സിലായാൽ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആ ഒരു അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ സമർപ്പണവും അള്ളാഹുവിന്റെ നന്മയും തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വതന്ത്രരാവുള്ളൂ. അതുകൊണ്ടാണ് പാപം ചെയ്യാത്ത ജനതയെ തുടച്ചു മാറ്റി. ഇതിലെന്ത് നീതിയാണുള്ളത് മനുഷ്യരോട്? ഇവിടെ ദൈവത്തിന്റെ കഴിവും ദൈവത്തിന്റെ അവകാശം അതനുസരിച്ച് ദൈവത്തിനോട് താരതമ്യം പോലും അർഹിക്കാത്ത കഴിവുകെട്ട ഒരു ജീവി വർഗത്തോട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇത്തരം ഒരു അള്ളാഹുവിന്റെ ആ സമ്പൂർണ്ണ മഹത്വം, അള്ളാഹുവിന്റെ സമ്പൂർണമായ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ, ആർക്ക് മനസ്സിലാവണമെങ്കിൽ? ഈ മനുഷ്യന്, അതായത് മനുഷ്യന് സൃഷ്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതാണ് അനിവാര്യത. പോകുന്ന സമയത്ത് പല മനുഷ്യർക്കും പിന്നീട് ദൈവം ആ പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന മനുഷ്യരിലെ ഭൂരിപക്ഷവും നിത്യ നരകത്തിലായിരിക്കും എന്ന ദൈവത്തിന്റെ പ്രഖ്യാപനവും ഇതും കൂടി ചേർത്ത് വെച്ചിട്ട് എന്ത് നീതിയാണ് അതിനകത്തുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അതായത് നിത്യ നരകത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഖുറാനിൽ പറയുന്ന 5-ന്റെ 55-ന്റെ 26, അതേപോലെ 28-ന്റെ 88, പിന്നെ ഇതും നമ്മൾ കൂട്ടി വായിക്കുമ്പോ അള്ളാഹുവിന്റെ മുഖമൊഴികെ, അള്ളാഹു അല്ലാതെ മുഖമൊഴികെ, അള്ളാഹു അല്ലാതെ മറ്റെല്ലാം നശിച്ചു പോകും. മറ്റെല്ലാം, അതായത് സ്വർഗത്തിനോ നരകത്തിനോ ഒന്നും ആത്യന്തികമായിട്ട് ഒരു സൃഷ്ടിക്കും ആത്യന്തികമായിട്ട് നിലനിൽപ്പില്ല. അള്ളാഹുവിന്റെ മുഖമൊഴികെ മറ്റെല്ലാം നശിക്കും. എല്ലാം അള്ളാഹുവിലേക്ക്, ആത്യന്തികമായി എല്ലാം അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് എന്നും ഖുറാൻ. ഞാൻ ചോദിക്കുമ്പോ ഈ ആത്യന്തികമായ നീതി എന്നൊരു സാധനം ഉണ്ടോ? ആത്യന്തികമായ നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുന്നതാണ് ആത്യന്തികമായ നീതി എന്ന് പറയുന്നത്. അതെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങും. അള്ളാഹുവിനെ ആ അറിവും നശിക്കില്ലേ? നിങ്ങളുടെ വാദം അനുസരിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞ് സ്വർഗവും നരകവും നശിക്കും, ഈ മനുഷ്യർക്ക് അള്ളാഹു എന്നതിനെ കുറിച്ചുണ്ടായ ബോധവും നശിക്കും, ഈ അറിവും എല്ലാം നശിക്കില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് വന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. നമ്മൾ അള്ളാഹു എന്ന അനുഭവത്തിൽ നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുന്നതോടുകൂടി അത് അള്ളാഹുവിൽ തന്നെ ലയിച്ചില്ലേ? അള്ളാഹുവായി മാറി. അതായത് ആത്യന്തികമായി അള്ളാഹുവേ ഉള്ളൂ, അള്ളാഹു അല്ലാതെ മറ്റൊന്നും എവിടെയും നിലനിൽക്കുന്നില്ല. അത് ഖുറാനിൽ പറയുന്നുണ്ട്. സ്വർഗമോ നരകമോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് തന്നെയല്ലേ സംഭവിക്കുക? അതായത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യക്ഷമായതും നിഗൂഢമായതും ഗുപ്തമായതും പിന്നെ എല്ലാം അള്ളാഹു തന്നെയാണ്. അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റൊന്നില്ല. അപ്പൊ ഈ ഒരു അറിവിലേക്ക്, ഈ ഒരു ആത്മാനുഭവത്തിലേക്ക് എത്തിപ്പെടുക. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സംശയം കൂടെ ചോദിക്കാം. ഇതൊന്നും ഇസ്ലാമിക വിശ്വാസികൾ അംഗീകരിക്കുന്ന വിശ്വാസമല്ല നിങ്ങൾ പറയുന്നത്, എങ്കിലും നിങ്ങൾ പറയുന്ന വാദത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അപ്പൊ ഈ നരകത്തിൽ ഇട്ട് പിന്നെ ശിക്ഷിക്കപ്പെടുന്നത്, ഈ പരീക്ഷിക്കപ്പെടുന്നത്, ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആത്മാവാണ്. അതായത് ഈ നരകം, അതായത് നമ്മൾ ഈ ദ്വന്ദ്വബോധത്തിൽ, അതായത് നമ്മൾ ഈ ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അംശം നമ്മളിലുണ്ട്, ദൈവത്തിലേക്ക് ആത്യന്തികമായി നമ്മൾ ലയിക്കും, മടങ്ങും, ഇതല്ലേ ഞാൻ ചോദിക്കുന്നത്? അപ്പൊ ഇവിടെ ക്രൂരകൃത്യങ്ങൾ കാണിക്കുന്നത്, അനീതി കാണിക്കുന്നത്, മൃഗീയമായ എന്ന് പറയാൻ പറ്റില്ല, അത്രയും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, പിന്നീട് അതിന്റെ പേരിൽ വിചാരണ നേരിട്ട് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്, ഇതെല്ലാം അള്ളാഹുവിന്റെ അംശമാണ്. അതെ, അതായത് അണു അളവ് അഹങ്കാരമുള്ളവർ തന്നിൽ നിന്ന് പുറപ്പെട്ടു വന്ന തന്റെ ഒരു അംശത്തെ തന്നെയാണ് പിടിച്ച് ജയിലിൽ മീൻസ് നരകത്തിലിടുന്നത്. അതേ ലിയാക്കത്ത്. അതായത് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അണു അളവ് അഹങ്കാരമുള്ളവര് പിന്നെ ആ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മറ്റൊരിടത്ത് പറയുന്നുണ്ട് പൊങ്ങച്ചവും ഖുറാനിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ മനുഷ്യനുണ്ട് എന്ന് പറയുന്ന, മനുഷ്യനുണ്ടായ അഹങ്കാരം എന്ന് പറയുന്നത് ആക്ച്വലി അള്ളാഹുവിന്റെ ആത്മാവിലുള്ള അഹങ്കാരം അല്ലേ?
അതെ, തീർച്ചയായും. കാരണം അള്ളാഹു അത് അനുവദിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ പറയുന്നത്, പാപം ചെയ്യാത്ത ജനതേനെ ഞാൻ തുടച്ചു. ആത്മാവിൽ നിന്ന് ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട്, സ്വന്തം സത്തയിൽ നിന്ന് സൃഷ്ടിപ്പ് നടത്തിയിട്ട്, അതുകൊണ്ട് ജീവിതകാലത്ത്, അതായത് വികാര വിചാരങ്ങളുള്ള കാലത്ത് ഒരു ജീവിവർഗം, ആ ജീവിവർഗത്തോടോ സഹജീവികളോടോ പ്രകൃതിയിലെ മറ്റു ജീവികളോടോ ക്രൂരത കാണിക്കുന്നതിൽ എന്ത് നീതിയാണ് ദൈവം കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ ഒരു അകന്നു പോകല്, ഈ ഒരു അജ്ഞത, ഈ ഒരു അകന്നു പോകല് അനിവാര്യമാണ്. അതിലൂടെ മാത്രമാണ് ആ ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിന്റെ സ്വാതന്ത്ര്യത്തെ ആക്ച്വലി ആർക്കാണ് ഉണ്ടാവുന്നത്? അള്ളാഹുവിന് മാത്രല്ലേ? അതെ, അള്ളാഹുവിന് തന്നെയാണ് ഈ അജ്ഞത ഉണ്ടാകുന്നതും, അള്ളാഹുവിന് തന്നെയാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നതും. എല്ലാം അള്ളാഹുവിന്റെ ഒരു കളിയാണ്, ഒരു ലീലയാണ്. ഇത് മാത്രമല്ല, ഇത് ഖുർആൻ പറയുന്നുണ്ട്, എല്ലാം മുഖം മാത്രം അവസാനിക്കും, അവസാനം അവശേഷിക്കും, പിന്നെ വീണ്ടും സൃഷ്ടി തുടങ്ങുമെന്നും പറയുന്നുണ്ട്. വീണ്ടും സൃഷ്ടി തുടങ്ങും, പുതിയതുപോലെ പുതിയ ആകാശവും തുടങ്ങുമെന്നും പറയുന്നുണ്ട് ഖുർആനില്. അപ്പൊ ഖുർആനിൽ പറയുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹു ഒരു നാറാണത്ത് ഭ്രാന്തനാണ്. അള്ളാഹുവിന്റെ ഒരു ലീലയാണ്, അള്ളാഹുവിന്റെ നാടകമാണ് എന്ന് തന്നെയാണ് ഖുർആനും ഹദീസും ചേർത്ത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സമ്പൂർണ്ണ ദൈവമാണ്. സമ്പൂർണ്ണമാണ്. അവിടെ നന്മയ്ക്കും കുറവില്ല, തിന്മയ്ക്കും കുറവില്ല, പാവത്തിനും ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഒന്നും കുറവില്ല. സമ്പൂർണ്ണ ദൈവമാണത്. മനസ്സിലായി. ഓക്കെ, എന്തായാലും ഓക്കെ, താങ്ക് യു. ശരി.